ഉത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി അനാമികയും കാണാൻ വന്നതാണ് ദേവയാനിയെ. അന്നേരം ജാനകി പറയുന്നുണ്ട്, നയനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആദർശ്. അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടു. അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് അത് കേൾക്കാതിരിക്കില്ല. അന്നേരം ദേവയാനി പറയുകയാണ്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ മനയ്ക്ക് പോയി വരുന്നത് വരെ അവളെ കൂട്ടിക്കൊണ്ടുവരരുതെന്ന്. അതുകൊണ്ട് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ വാക്കുകളേക്കാൾ ഏറെ പ്രാധാന്യം അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾക്കാണ്. അതുകൊണ്ട് എന്തായാലും ആദർശ് നയനയെ കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ പറയുന്നതേ അവൻ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും അവൻ കൂട്ടിക്കൊണ്ടുവരില്ല. ഈ കൂട്ടിക്കൊണ്ടുവരാൻ അവന് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് തകർക്കാനും എനിക്ക് അറിയാമെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് അനാമികയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടൻ മാത്രമല്ല വല്യച്ഛനും എന്ത് കാര്യമായിട്ടാണ് അവളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അവരൊക്കെ എന്തിനാണ് അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവളല്ലേ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വല്ല കൈവിഷവും കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണ് അവളോട് ഇത്രയും സ്നേഹം. അല്ലാതെ അവളെ സ്നേഹിക്കാൻ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ജയേട്ടൻ്റെ കാര്യം പോട്ടെ, അജിയേട്ടൻ പോലും അവളെയാണ് സ്നേഹിക്കുന്നത്. അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ചില്ലെന്നേയുള്ളൂ, ബാക്കിയെല്ലാം കഴിയും. അവളല്ലേ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നത്, വല്ല കൈവിഷവും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ അന്നേരം ദേവയാനി പറയുന്നുണ്ട്, കൈവിഷമൊന്നുമല്ല, അവൾ തരുന്ന ഭക്ഷണമാണ് നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവളോട് അങ്ങനെയൊക്കെ തോന്നേണ്ടതല്ലേ, അതുകൊണ്ട് അതൊന്നുമല്ല. അതൊക്കെ പോട്ടെ, എനിക്ക് കരൾ തന്ന കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ആ നയനയും അവളുടെ അമ്മയും ഒക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ കാണാൻ പറ്റിയില്ല. ഒരു തവണ വന്നപ്പോൾ ആ കുട്ടിയെ ആംബുലൻസിൽ കയറ്റുന്നത് കണ്ടു, പക്ഷെ മുഖം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ ഞാൻ ആദർശിനോട് പറഞ്ഞിരുന്നു. അന്നേരം ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് കരുതി ആദർശ് എന്നെ കാണിച്ചില്ല. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് ഒരു പാരിതോഷികം കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, പാരിതോഷികമല്ല, ആ കുട്ടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കണം. ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടി ചെയ്യാത്ത കാര്യമാണ് ആ കുട്ടി ചെയ്തത്. അധികം ബന്ധുക്കൾക്ക് മാത്രമേ കരളൊക്കെ കൊടുത്ത് സഹായിക്കുകയുള്ളൂ. എന്നാൽ അവളുടെ ആരുമല്ലാത്ത എനിക്ക് കരൾ തരിക മാത്രമല്ല, യാതൊരു പാരിതോഷികവും അവൾ സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. മുത്തശ്ശനും മുത്തശ്ശിയും നയനയില്ലാത്തത് കൊണ്ട് വലിയ വിഷമത്തിലാണ്. മുത്തശ്ശൻ പറയുകയാണ്, നയനമ്മൾ ഈ വീട്ടിലെ ജോലികളെല്ലാം എന്ത് ഉഷാറോടെയാണ് ഓടി നടന്ന് ചെയ്തിരുന്നത്. അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ വീട് ഉറങ്ങിയതുപോലെയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമ്മൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖവുമില്ല, അവളെ ഒന്ന് കാണണമെന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എങ്കിൽ നമുക്ക് ഗോവിന്ദൻ്റെ വീട് വരെ ഒന്ന് പോയാലോ? ആദർശ് അവർക്ക് പുതിയൊരു വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുകയും ചെയ്യാം. ഇപ്പോൾ തന്നെ പോകാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുകയാണ്. അന്നേരം മുത്തശ്ശി പറയുകയാണ്, ഞാൻ ഇക്കാര്യം ഇദ്ദേഹത്തിനോട് പറയാനിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഗോവിന്ദൻ്റെ വീട്ടിൽ പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയം ഹോസ്പിറ്റൽ ദേവയാനിക്ക് കഞ്ഞി തീറ്റി കൊടുക്കുകയാണ് അനാമിക. ഇപ്പോൾ വേണ്ട മോളെ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ കുറച്ചുകൂടി കഴിക്കും വല്യമ്മ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തീറ്റിക്കുകയാണ് അനാമിക. ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ജാനകി. കഞ്ഞി കുടിച്ചതിന് ശേഷം തൻ്റെ സാരി തുമ്പ് കൊണ്ട് ദേവയാനിയുടെ മുഖം തുടച്ചു കൊടുക്കുകയാണ് അനാമിക. ഇവരുടെ എച്ചിൽ എൻ്റെ സാരിയിലായല്ലോ എന്നൊക്കെ അനാമിക അങ്ങനെ അറപ്പോടെ അങ്ങനെ ഓർക്കുകയാണ്. ആ സമയം ആദർശ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ വല്യമ്മ എന്നൊക്കെ അനാമിക പറയുമ്പോൾ, എന്താ മോളെ, മോൾക്ക് പോകാൻ ഇത്ര ധൃതിയായോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. വല്യമ്മ, ഇപ്പോൾ ആദർശേട്ടൻ വന്നില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് ജാനകി പറയുകയാണ്, ഏട്ടത്തിയുടെ അടുത്ത് അനാമിക മോളാണ് നിൽക്കുന്നതെങ്കിൽ തീ വേദനിപ്പിക്കുന്ന തരത്തിൽ അനാമിക മോൾ ഒന്നും സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകിയ മട്ടിൽ ആദർശിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്ത് ദേവയാനി പ്രത്യേക അനാമികയോട് പറയുന്നുണ്ട്, അനാമിക മോളെ, വീട്ടിൽ ചെന്നിട്ട് അനിയോട് വഴക്കുണ്ടാക്കരുത്, അവനുമായി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ വല്യമ്മ പറഞ്ഞത് കൊണ്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആദർശിനോട്, എന്ത് നല്ല കുട്ടിയാണ് അനാമിക മോൾ, എന്നിട്ട് നിനക്കും ചെയ്യേട്ടനുമൊന്നും മോളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ദേവയാനി, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നീ കാണാറുണ്ടോ, നീ അവിടെ പോകാറുണ്ടോ എന്നൊക്കെ ആദർശിനോട് ചോദിക്കുമ്പോൾ, ഒന്ന് രണ്ട് തവണ ഞാൻ അവിടെ പോയിരുന്നു, പക്ഷെ അവൾ പണമൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. എങ്കിൽ കുറച്ച് സ്വർണ്ണമെങ്കിൽ അവൾക്ക് കൊടുത്തുകൂടായിരുന്നോ? പെൺകുട്ടിയെ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ, അതിനമ്മേ, ആ കുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ല, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്.
ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ലോകത്തുണ്ടോ? അതിശയം തോന്നുകയാണ് എനിക്ക്. ഒരു പാരിതോഷികം സ്വീകരിക്കാതെ ഒരു ബന്ധുവും അല്ലാത്ത എനിക്ക് കരാർ തന്നു. നിന്റെ ഭാര്യയെ പോലെയല്ല. എന്റെ ഭാര്യയോട് പറയണം ഇതുപോലെ സ്വാർത്ഥത ഇല്ലാത്ത പെൺകുട്ടികളെ കണ്ടുപിടിക്കാൻ. അന്നേരം ആദർശ് നയനിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ആ അനാമികയും ജാനകിയും ഇവിടെ ഉള്ളപ്പോൾ കുറച്ച് സമാധാനമുണ്ടായിരുന്നു. എൻ്റെ സമാധാനം കളയാനാണോ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി ആദർശിനോട്. അത് കഴിഞ്ഞ് ജയനും ആദർശനും ICUവിൻ്റെ പുറത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ജയൻ ആദർശിനോട് പറയുകയാണ്, ഇപ്പോൾ ഏതു നേരവും നിന്റെ അമ്മയ്ക്ക് നിന്റെ ഭാര്യയെ പുകഴ്ത്താനേ സമയമുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആദർശിനാണെങ്കിൽ വലിയ അതിശയം. എപ്പോഴാണ് എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. നേരെ അവൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചാണ് നിന്റെ അമ്മ ഏതു നേരവും പറയുന്നത്. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, അവളെ ജീവിതത്തോട് ചേർക്കണം എന്നൊക്കെയാണ് നിന്റെ അമ്മ പറയാറുള്ളത്. അതൊരർത്ഥത്തിൽ നയനമോള് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് നിന്റെ അമ്മ വാശി പിടിക്കുകയാണ്. എന്തായാലും അവളുടെ അസുഖമെല്ലാം മാറി അവൾ നോർമൽ ആവുന്ന സമയത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കണം നയനമോളെ. അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം ഒന്ന് മാറട്ടെ എന്ന് പറയുന്നുണ്ട് ജയൻ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ? പിന്നീട് നമ്മൾ നുണ പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും അടുത്ത വഴക്ക്. എന്തായാലും അസുഖമെല്ലാം മാറി ആ സ്റ്റേജിൽ അവൾ എത്തട്ടെ, എന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്ന് ജയനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും ഗോവിന്ദനെയുമാണ്. അവർ ഗാർഡൻ ശരിയാക്കുകയാണ്. ഈ വീടായതുകൊണ്ട് തന്നെ ഗാർഡൻ സെറ്റ് ആക്കുകയാണ് നന്ദുവും ഗോവിന്ദനും. അന്നേരമാണ് മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നത്. അയ്യോ, മുത്തശ്ശനും മുത്തശ്ശിയും ആണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനും മുത്തശ്ശനെയും മുത്തശ്ശിയും സ്വീകരിക്കുകയാണ്. ആ സമയത്ത് നന്ദു അകത്ത് പോയി മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു എന്ന് പറയും. കേൾക്കുമ്പോൾ ഞാൻ നന്ദുവിനോട് പറയും, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഞാനിവിടെ ഇല്ല എന്ന് അവരോട് പറയണം. ഈ സമയം അവർ അകത്ത് കയറിയിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഒരാൾ ഞങ്ങളെ കണ്ട പാടെ എന്തിനാണ് അകത്തേക്ക് ഓടിപ്പോയത്? ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അനിയുമായുള്ള സ്നേഹബന്ധം ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെ നന്ദുവിന് ഞങ്ങളുടെ മുന്നിൽ വരാൻ മടിയാണോ? അത് കഴിഞ്ഞ് നയനമോളെ കാണാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, അവൾ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ ആവുകയാണ് ഗോവിന്ദനും കനകയും. പിടിക്കാൻ വല്ലതും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആദ്യം നയനമോളെ കാണണം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അതിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ വീണ്ടും വീണ്ടും തിരക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും നന്ദു പറയുന്നുണ്ട്, നയനേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, അടുത്തുള്ള കല്യാണേച്ചിയുടെ വീട്ടിലേക്ക് പോയതാണ് എന്നൊക്കെ പറയുകയാണ് നന്ദു. ആ വന്നത് വെറുതെ ആയല്ലോ, മോള് വരാൻ താമസിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. നയനമോൾ കല്യാണിയെ കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് മോൾ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് കനക. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, നയനമോൾക്ക് അനന്തപുരിയിൽ അർഹിക്കുന്ന പ്രാധാന്യം ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മോൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. കേൾക്കുമ്പോൾ വേണു പറയുകയാണ്, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, ആദർശമോ ആട്ടിയിറക്കാതെ ആ വീട് വിട്ട് മോൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശമോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങളിപ്പോൾ വന്നത് വെറുതെ ആയല്ലോ, ഞാൻ മോളെ കാണാൻ പറ്റിയില്ലല്ലോ, ഇടയ്ക്കൊരിക്കൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം കനക നന്ദുവിനോട് പറയുകയാണ്, മോൾ അങ്ങനെ ഒരു നുണ പറഞ്ഞത് നന്നായി, സാറിനോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മൂർത്തി സാറിനോട് ഒരിക്കലും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ മോള് പറഞ്ഞത് നന്നായി എന്നൊക്കെ പറയുകയാണ് കനക. അനന്തപുരിയിൽ എത്തിയതിനു ശേഷം മുത്തശ്ശനോട് പറയുകയാണ്, ഞാൻ നമ്മൾ കല്യാണി മോളുടെ വീട്ടിലേക്ക് പോയി എന്നല്ല പറഞ്ഞത്, ഇദ്ദേഹം ഒന്ന് വിളിച്ചു നോക്കൂ. അങ്ങനെ കല്യാണിയെ വിളിച്ചു നോക്കുകയാണ് മുത്തശ്ശൻ. ആ സമയത്ത് കല്യാണിയുടെ എല്ലാ വിശേഷങ്ങളും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, നയനമോൾ അവിടെ ഇല്ലേ? അവിടെ ഉണ്ട് എന്നാണല്ലോ അറിഞ്ഞത്, മോൾക്കൊന്ന് ഫോൺ കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കല്യാണി പറയുകയാണ്, മുത്തശ്ശൻ എന്താണ് ഈ പറയുന്നത്, നയനെ കണ്ടിട്ട് ഞാൻ എത്രയോ ദിവസങ്ങളായി, നമ്മളിവിടെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ നെട്ടിത്തരിക്കുകയാണ്. എല്ലാവരും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ മുത്തശ്ശിയെ നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.